ഹലോ, ഗുഡ് മോർണിംഗ്. കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഈവനിങ്ങിലായിരിക്കും, അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ് കൂടെ പറയാം കേട്ടോ. അപ്പോൾ ഞാനിതാ രാവിലെ എണീറ്റ് ഇതെൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, എന്താ വെച്ചാൽ അതിന് വലിയ വ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. കുറേ നാളുകളായി വീഡിയോ ഇടാത്തത്, അതുകൊണ്ടാണോ എനിക്കറിയില്ല, തീരെ വ്യൂസ് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വീഡിയോക്ക്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇട്ട് തുടങ്ങണം. ഇപ്പോൾ രാവിലെ എണീറ്റ് ഇതാ പുറത്തേക്ക് വന്നതാണ്. അറിയാമല്ലോ, വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ലേറ്റായിട്ട് എണീക്കുമല്ലോ. അങ്ങനെ എണീറ്റ് വന്ന് പിന്നെ നമുക്ക് രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോകാനുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എണീറ്റ് പിന്നെ വേഗം കുളിച്ച് റെഡിയായി. എന്നിട്ട് ഇതാ ഞാനും അമ്മയും പ്രതിയേട്ടനും ദൈവവും കൂടിയാണ് അമ്പലത്തിൽ പോകുന്നത്. പിന്നെ ഇതൊരു സംക്രമ ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ പൊലച്ചക്ക് 5 മണിക്ക് അച്ഛനും നന്ദും അപ്പൂട്ടനും കൂടെ പൊലച്ചക്ക് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അനുവിന് അമ്പലത്തിൽ പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് അനു കൂടെ വരാത്തത്. അങ്ങനെ നമ്മളിത് അമ്പലത്തിലേക്ക് പോവുകയാണ്. പിന്നെ സംക്രമം മാത്രമല്ല, വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മൾ പോകുന്നത് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പോൾ അവിടെ എല്ലാ വർഷവും നവംബറിൽ ആരാധനാ മഹോത്സവം നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആരാധന തുടങ്ങുന്ന ദിവസമാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. എല്ലാ വർഷവും നമ്മൾ വരലുണ്ട്, ചുഴലിയിൽ നിന്ന് നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് വരലുണ്ട് കേട്ടോ. രാത്രിയാണ് അധികവും പോലെ. ഇതിപ്പോൾ എന്തായാലും വീട്ടിലുണ്ടായതുകൊണ്ട് രാവിലെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ വണ്ടി എടുത്ത് എത്തുമ്പോഴത്തേക്ക് ഗേറ്റ് അടച്ചിട്ടുണ്ടായിനി. അങ്ങനെ പിന്നെ കുറച്ച് സമയം നമ്മളവിടെ പോസ്റ്റായി. ട്രെയിൻ പോകുന്നവരെ നമ്മളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. പിന്നെ 15 ദിവസമാണ് കേട്ടോ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നത്. അപ്പോൾ ഏതെല്ലോ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വരും, നല്ല തിരക്കും കാര്യങ്ങളെല്ലായിരിക്കും. ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് ദിവസമായി കേട്ടോ. പിന്നെ 30-ാം തീയതി നവംബർ 30-ന് പിന്നെ ആരാധന തീരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം കൂടെ എനിക്ക് പോകണമെന്ന് രാത്രി കാണാൻ വേണ്ടിയിട്ട് പോകണമെന്നുണ്ട്. രാത്രിയാണ് കേട്ടോ ഇവിടെ കാണാൻ നല്ല രസം. ഫുള്ള് ലൈറ്റും കാര്യങ്ങളും എല്ലാം ആയി. പിന്നെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും, നാടകം, ഗാനമേള, അങ്ങനെ എന്തെങ്കിലും എല്ലാം പരിപാടികളും ഉണ്ടാവും. എൻ്റെ വീട്ടിൽ നിന്ന് ശരിക്കും ഒരു 5 മിനിറ്റ് ദൂരേ ഉള്ളൂ കേട്ടോ വണ്ടിക്കാണെങ്കിൽ. പണ്ടെല്ലാം നമ്മൾ നടന്നിട്ട് തന്നെ വരും, ഒരുപാട് ആൾക്കാരുണ്ടാവും. എല്ലാവരും കൂടെ നമ്മൾ നടന്ന് പിന്നെ ആണ് അമ്പലത്തിലേക്ക് വരൽ. അപ്പോൾ ഇതെന്തായാലും നമ്മൾ വണ്ടിയിലോണ്ട് വണ്ടി എടുത്തിട്ട് വന്നിട്ടുണ്ടായത്. അങ്ങനെ പിന്നെ ഗ്രൗണ്ടിൽ ഇതാ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ അമ്പലത്തിലേക്ക് കയറി പോവാണ്. അപ്പോൾ പോകുന്ന ഈ അമ്പലത്തിൻ്റെ 4 ഭാഗത്തും എന്തായാലും ഫുള്ള് ചന്തയായിരിക്കും കേട്ടോ. ഇതുപോലെ കമ്മലുകൾ, മാല എല്ലാം ഇതാ നല്ല ഭരണി കാര്യങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഫുള്ള് ചന്തയായിരിക്കും. ഇത് ശരിക്ക് സ്റ്റാർട്ടിങ് ഡേ ആയതുകൊണ്ട് അവരിങ്ങനെ ഓരോന്ന് കൊണ്ടുവെക്കുന്നതേ ഇല്ല കേട്ടോ. അതുകൊണ്ട് ചന്ത ഇങ്ങനെ ഫുള്ളായിട്ടൊന്നുമില്ല. ശരിക്കും ഒരു ദിവസം ഇവിടെ രാത്രി വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഫുള്ള് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. പക്ഷെ മരണ തിരക്കായിരിക്കും, പിന്നെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ പറ്റുന്ന പോലെ ഞാൻ വീഡിയോ എടുക്കണം എന്നല്ല എപ്പം വിചാരിച്ചിട്ടാണ് പോവുക. പക്ഷേ ആ തിരക്ക് കാരണം നമുക്ക് ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ ഏതെടുത്താലും 20-30 രൂപ അങ്ങനത്തെ കുറേ കടകളുണ്ടിനി. പിന്നെ കമ്മൽ നമുക്ക് നല്ല ലാഭത്തിൽ കിട്ടും കേട്ടോ. 20 രൂപക്കും 30 രൂപക്കെല്ലാം നല്ല അടിപൊളി കമ്മൽ കാര്യങ്ങൾ എല്ലാ സാധനവും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതാ നേരെ കാണുന്നത് പഴയകാല മുട്ടായികളെ കടയെല്ലാം. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മളെ ദേവൂട്ടി നല്ല മോളായതുകൊണ്ട് ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ അന്നേരം ഇങ്ങനെ പറയുകയും ചെയ്തു. ചില കുട്ടികളാണെങ്കിൽ ചന്തയെല്ലാം കാണുമ്പോൾ എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറയില്ലേ. അങ്ങനെ നമ്മളിത് അമ്പലത്തിലേക്ക് കയറുവാണ്. അപ്പം പുറത്ത് കച്ചേരി നടക്കുന്നുണ്ട് അതിനേട്ടാ. അങ്ങനെ ഒന്ന് ജസ്റ്റ് അതൊന്ന് നോക്കി നിന്ന് അമ്മ കുറച്ച് വഴിപാടെല്ലാം കഴിക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ട് അമ്മ അവിടെ പോയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ അവിടെ വർത്തമാനം പറഞ്ഞ് ഞാനും പ്രതിയായിട്ടും നിൽക്കലാണ്. അങ്ങനെ നിൽക്കുമ്പോൾ അന്ന് നമ്മളെ മുന്നിലേക്ക് കൂടി ഇതാ നമ്മളെ സിനിമാ നടൻ മുകേഷില്ലേ, മുകേഷ് പോയത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് മുകേഷാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇവർ കുറച്ച് സമയം എൻ്റെ മുന്നിലവിടെ നിന്നിട്ടുണ്ടായിന്. അപ്പോൾ പ്രതിയായിട്ട് സൈഡിൽ നിന്ന് എന്നോട് അതാ മുകേഷ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഞാനത് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. പിന്നെയാണ് പ്രതിയാട്ടൻ എന്നോട് പറഞ്ഞത്, പിന്നെ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തോ മറ്റേ കച്ചേരിക്ക് വന്ന ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ആ വീഡിയോ എടുത്ത് കഴിഞ്ഞാലാണ് പ്രതിയാട്ടൻ എന്നോട് പറഞ്ഞു, പിന്നെ അത് മുകേഷാണ്, നീ കണ്ടിട്ടില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല മുകേഷ് അല്ല, അത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ പെട്ടെന്ന്. അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ എടുത്ത് നോക്കിയാലാണ് അത് മുകേഷാണെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇത് ചുറ്റി വരുമ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്നിട്ട് വീണ്ടും വീഡിയോ എടുത്തു. അപ്പോഴത്തേക്ക് പിന്നെ അവരെല്ലാം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ടായിനെ. പിന്നെ നമ്മൾ അമ്മേനെയും വെയിറ്റ് ചെയ്ത് അവിടെ നിന്നു. അമ്മ വഴിപാടെല്ലാം കഴിച്ച് വരുമ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മേ നമ്മൾ മുകേഷിനെ കണ്ടിരുന്നു. അപ്പോൾ അമ്മക്കും പിന്നെ ഭയങ്കര കാണാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ഒരു ആകാംക്ഷ. അങ്ങനെ അമ്മ പറഞ്ഞു എനക്കും കാണണം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അമ്മേനെയും കൂട്ടിയിട്ട് വേഗം അങ്ങോട്ടേക്ക് കാണാൻ വേണ്ടി പോയട്ടാ. അപ്പോൾക്ക് പിന്നെ എന്താണ് ഭയങ്കര ആളെല്ലാം ഉണ്ടായിനെ.
അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അടുത്തുനിന്നൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു, സെൽഫി ഒന്നും എടുത്തിട്ടില്ല. എന്നാലും അടുത്ത് പോയി നിന്നിട്ട് മുകേഷിൻ്റെ ഫോട്ടോ എല്ലാം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാർ ചോദിച്ചിനി എന്നാൽ സെൽഫി എടുത്തുകൂടെയായിരുന്നു എന്ന്. പക്ഷേ സെൽഫി എടുക്കാൻ പോകാനെല്ലാം മടിയായിരുന്നു. എന്താ വെച്ചാൽ പുറകെ തന്നെ ഇങ്ങനെ ആൾക്കാർ നടക്കുവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് സെൽഫി എടുക്കാനൊന്നും പറ്റൂല. അങ്ങനെ ഇത് അവർ അമ്പലത്തിൽ ഇങ്ങനെ ചുറ്റം വരുമ്പോഴത്തേക്ക് നമ്മൾ വേഗം ഇപ്പുറത്തേക്കൂടെ പോയിട്ട് ഞാനത് അടുത്ത് നിന്നിട്ട് ഇങ്ങനെ വീഡിയോയും ഫോട്ടോയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇത്ര അടുത്ത് നിന്ന് ഫോട്ടോയും വീഡിയോയും എടുത്തിട്ടുണ്ടായിനി, സെൽഫി ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് കാണാൻ പറ്റി. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ആരാധന അന്നാണ് തുടങ്ങുന്നത് എന്ന്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നത് മുകേഷാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഈ സൈഡിൽ കാണുന്ന ക്യൂ എല്ലാം ഉച്ചക്കത്തേക്കില്ല ഭക്ഷണത്തിന് നിൽക്കുന്ന ആൾക്കാരാണ്. അന്നേരം ഒരു സമയം ഒരു 10-10:30 അങ്ങനെയായിട്ടേ ആയിട്ടുള്ളൂ. എന്നാലും അന്നേരം ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രസാദമെല്ലാം വാങ്ങി. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് ഇരുന്നിട്ട് പോകണം എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ഒന്ന് ഇരുന്നിട്ട് പിന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അമ്മയുടെ ദേവൂട്ടിനെയും കൂട്ടിയിട്ട് പോയിട്ട് മുട്ടായി, ഏത് മുട്ടായിയാണ് വേണ്ടത് ചോദിച്ചാലും ദേവൂട്ടി ആ മുട്ടായി വേണമെന്ന് ചൂണ്ടിക്കാണിച്ചു കേട്ടോ. അങ്ങനെ അതും പൊരിയും വാങ്ങി. അല്ലാണ്ട് ദേവൂട്ടിക്ക് അങ്ങനത്തെ ഒരു വാശിയൊന്നുമില്ല കേട്ടോ, ഇന്നത് വേണമെന്നൊന്നും. പിന്നെ ഇത് ഓരോ ചന്തക്കാരും വന്നിട്ട് അവരെ സാധനങ്ങളെല്ലാം ഇങ്ങനെ എടുത്ത് വെക്കുന്നതേ ഇല്ലു. പിന്നെ എല്ലാം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞാൽ ശരിക്കും രാത്രി പോകണം. രാത്രി പോയി കഴിഞ്ഞാലാണ് എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടാവുക. അപ്പോൾ നമ്മളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. എന്തായാലും നമുക്ക് പിന്നെ ഒരു ദിവസം പോകണം. അന്നേരം എല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെയെല്ലാം ഒന്ന് നോക്കി കണ്ട് പോവുകയാണ് കേട്ടോ. പിന്നെ വേറെ എന്താപ്പാ എന്തോ പറയുമ്പോൾ മറന്നുപോയി. അങ്ങനെ നമ്മൾ പോകുമ്പോൾ പിന്നെ ഇത് അമ്മേൻ്റെ കൂടെ പണിയെടുക്കുന്ന ഒരു ഏച്ചിനെയും കണ്ടിട്ടുണ്ടായിനി. അങ്ങനെ അവരോടെല്ലാം വർത്താനം പറഞ്ഞ് നമ്മളെ വീടെത്താനായിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ദേവൂട്ടിക്ക് എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് പീടികയിൽ നിർത്തിയിട്ടുണ്ടായിനി, പക്ഷേ കിട്ടിയിട്ടുണ്ടായില്ല. ദാഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വെള്ളം വാങ്ങാൻ നിർത്തിയിട്ടുണ്ടായിനെ, പക്ഷേ വെള്ളം കിട്ടിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് എത്താനായാലും വേറൊരു കടയിൽ നിർത്തിയിട്ട് അവിടുന്ന് പിന്നെ ദേവൂട്ടിക്ക് ഒരു വെള്ളമെല്ലാം വാങ്ങിക്കൊടുത്തു. എന്നിട്ടാണ് അതെല്ലാം കുടിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയത്. വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടാകുമ്പം കുറച്ച് പണികളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ചുഴലിയിലേക്ക് തിരിച്ച് പോകണം. ഉച്ചയാകുമ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് പോകണം എന്നെല്ലാം പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ പോകാൻ പറ്റിയിട്ടില്ല, അത് ഞാൻ ലാസ്റ്റ് പറയാം. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവൂട്ടിക്ക് സ്പ്രൈറ്റ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിനി. അത് മൊത്തം ചിലപ്പം ഓള് കുടിക്കും. അതുകൊണ്ട് ഞാനിത് ഇടയ്ക്ക് വാങ്ങിയിട്ട് കുറച്ച് ഞാനും കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം ഒരു നല്ല ചൂടെല്ലാം ഉണ്ടായിന്, അതുകൊണ്ട് നല്ല ദാഹം ഉണ്ടായിന്. പിന്നെ പിള്ളേർക്കും എന്തോ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയി കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ ഞാൻ എൻ്റെ പണികളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നെയ്ച്ചോറിനുള്ള അരിയെല്ലാം അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി ആക്കിയ പിന്നെയാണ് കേട്ടോ ഞാൻ നെയ്ച്ചോറാക്കിയത്. അപ്പം നല്ല തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയും നെയ്ച്ചോറും പിന്നെ എന്താണ് കക്കിരിക്കയെല്ലാം കൂടെ ഒരു സലാഡും പപ്പടവും, അത്രയായിരുന്നു നമ്മളെ ഭക്ഷണം. അപ്പോഴത്തേക്ക് നമ്മൾ വിക്കീനെ പുറത്തിറക്കിയിട്ട് പ്രതിയായിട്ടും കുളിപ്പിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രതിയായിട്ട് മുകളിൽ കയറി തേങ്ങയെല്ലാം പറിച്ചിട്ടുണ്ടായിന്. അപ്പം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തേങ്ങയെല്ലാം കുറച്ച് ഉരിച്ച് വെക്കുന്നുണ്ട്. അനുവും പാപ്പനെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ സമയം രാത്രിയായി, നമ്മളന്ന് പോയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. പറഞ്ഞു പിന്നെ നമ്മൾ വിചാരിച്ചു പിറ്റേ ദിവസം രാവിലെ പോവാണ്. അങ്ങനെ ദേവൂട്ടി അമ്മക്കിതാ ക്യൂടെക്സ് എല്ലാം വെച്ച് കൊടുത്തിരിക്കുവാണ്. അന്ന് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ഇത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം പ്രതിയായിട്ടിന് 8 മണിയാകുമ്പോഴത്തേക്ക് പണിക്ക് പോകണം, പിന്നെ മക്കൾക്ക് സ്കൂളിലും പോകണം. അതുകൊണ്ട് ഒരു 6 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല മഞ്ഞായിരുന്നു രാവിലെ തന്നെ, നല്ല തണുപ്പും ഉണ്ടായിനെ, കാറ്റടിക്കുമ്പം നല്ല തണുപ്പുണ്ടായിന്. അങ്ങനെ എന്തായാലും നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ഇത്ര രാവിലെ ഒന്നും ഫുഡൊന്നും കഴിക്കൂല കേട്ടോ ആരും. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ചായ കുടിക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ പോകുമ്പോൾ വൈക്കുന്ന എന്തെങ്കിലും വാങ്ങി കഴിച്ചിട്ട് അങ്ങനെയാണ് നിന്നിട്ട് നമ്മൾ പോവൽ. ഇല്ലെങ്കിൽ അപ്പുറത്തെ അമ്മേൻ്റെയും ഏട്ടത്തിമ്മേരുടെ അടുത്തെല്ലാം എന്തെങ്കിലും ഉണ്ടാവും, ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പം അന്നെന്തായാലും പോകുമ്പോൾ നമ്മൾ വഴിയിൽ നിന്ന് എന്താണ് പത്തൽ വാങ്ങിയിട്ടാണ് പോയിട്ടുണ്ടായിന്. പിന്നെ വീട്ടിൽ പോയി എല്ലാവരും ഓരോ പത്തലും നിന്ന് പിന്നെ മക്കളെ സ്കൂളിലേക്ക് അയച്ച് പ്രതിയായിട്ടും പണിക്ക് പോവുകയാണ് ചെയ്തത്. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. ഇന്നിപ്പോൾ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ചൊവ്വാഴ്ച ബുധനാഴ്ച ആയിരിക്കും മിക്കവാറും പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ആഴ്ച വെള്ളിയാഴ്ച ഞാൻ പയ്യന്നൂരേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ആരാധന 30-ാം തീയതി തീരും. അപ്പം പിന്നെ അതിന് മുന്നേ ആയിട്ടൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പോയിട്ടില്ലെങ്കിൽ എന്തോ ഒരു മനസ്സിനൊരു സമാധാനക്കേടാണ് കേട്ടോ. അന്ന് പോയി തൊഴുതുകൊണ്ട് എനിക്ക് കുറച്ച് ആശ്വാസമുണ്ട്. പിന്നെ നമ്മളെ ജിമ്മിൽ നിന്ന് കുറേ ചേച്ചിമാരെല്ലാം കൂടിയിട്ട് കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിട്ടില്ല. പോയി കഴിഞ്ഞാൽ എങ്ങനെയായാലും നമ്മൾ വൈകുന്നേരം ആവും എത്തുമ്പം. അപ്പം മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് ആളുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. എന്തായാലും നമുക്കൊരു ദിവസം പോകണം. മിക്കവാറും വെള്ളിയാഴ്ച ശനിയാഴ്ചയായിട്ട് ഞാൻ പോവും. പോയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.